കേവലം 1500 രൂപ കൂലിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ജോയി. കേറിക്കിടക്കാൻ ചോർച്ചയില്ലാത്ത ഒരു കൂര പോലും സ്വന്തമായില്ലാത്ത അത്തപ്പാടിയായ മെൽഹി എന്ന വൃദ്ധമാതാവിന്റെ 47കാരനായ മകൻ. ജോയി മരിച്ചതല്ല, ജോയിയെ കൊന്നതാണ്. നമ്മളാണ് കൊന്നത്. ഒരു മിഠായി കവർ പോലും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒരിക്കലും വലിച്ചെറിഞ്ഞിട്ടുണ്ടാകില്ലാത്ത ഒരു പാവം അർത്ഥപട്ടിണിക്കാരൻ തന്റെ മാതാവിന്റെ മരുന്നിനും ഭക്ഷണത്തിനുമായി 1500 രൂപ കൂലിക്ക് വേണ്ടിയാണ് ഒരാൾ പൊക്കത്തിൽ കൂടുതൽ മാലിന്യം കുമിഞ്ഞുകൂടിയ ആമയിഴഞ്ചാൻ തുടർന്ന അനന്തപുരിയിലെ മാലിന്യവാഹിനിയിൽ ജീവൻ അവസാനിപ്പിച്ചത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെ റെയിൽവേയുടെ മാലിന്യ നീക്കത്തിനെത്തിയ കരാർ ഏജൻസിയുടെ ജീവനക്കാരനായ ജോയിയും അതിഥി തൊഴിലാളികളും മാലിന്യ നീക്കം നടത്തുന്നതിനിടെ ഒഴുക്ക് കൂടിയ ആമയിഴഞ്ചാൻ തോട്ടിൽ കാൽ വഴുതി ജോയി മാലിന്യ കൂമ്പാരങ്ങൾക്കടിയിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സിനും റെസ്ക്യൂ ടീമിനും പരിശീലനം ലഭിച്ച സ്കൂബ ടീമിനും ഇടപെട്ട് പെയ്ത ശക്തമായ മഴയും ടൺ കണക്കിന് മാലിന്യ കൂമ്പാരവും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. മനുഷ്യ വിസർജ്യവും ടോയ്ലറ്റ് മാലിന്യവും വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യവും സാനിറ്ററി നാപ്കിനുകളും സാനിറ്ററി പാഡുകളും ഉൾപ്പെടെ വിവരിക്കാനാവാത്ത വിധം വൃത്തികേടുകളിൽ സ്കൂബ സംഘം ഉൾപ്പെടെ ജീവൻ പണയപ്പെടുത്തി രാപ്പകലില്ലാതെ 2 ദിനരാത്രങ്ങൾ മുങ്ങിത്താണെങ്കിലും ജോയി എന്ന പട്ടിണിപ്പാവത്തിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം 12 കോടി രൂപയാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ശുചിയാക്കലിനായി പലപ്പോഴായി ചെലവിട്ടത്. ഇതെല്ലാം ആരുടെ വായിലാണ് പോയതെന്നറിയില്ലെങ്കിലും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ഓരോ ദിനവും ടൺ കണക്കിനാണ് വീണ്ടും വീണ്ടും കുമിഞ്ഞുകൂടിയത്. കാലാകാലങ്ങളിൽ വകയിരുത്തിയ 12 കോടിയോളം രൂപ 10 രൂപ നോട്ടുകളായി അടുക്കി വച്ചിരുന്നാൽ പോലും ഈ തോട്ടിൽ മാലിന്യത്തിന് ഇടം കിട്ടില്ലായിരുന്നുവെന്നതാണ് സത്യം. എന്നിട്ടും നഗരസഭയും ഹരിത കർമ്മസേനയും വിവിധ പദ്ധതികളിലൂടെ പൊതുഖജനാവിലെ 12 കോടിയിൽ പരം രൂപയും ചെലവിട്ടിട്ടും റെയിൽവേയുടെ കണക്കിൽ പിന്നെയും കോടികൾ ചെലവിട്ടിട്ടും പാവം തൊഴിലാളിയുടെ ജീവൻ എടുത്തിട്ടും പരിഹാരമില്ലാതെ മാലിന്യ പ്രവാഹമായി തുടരുകയാണ് ആമയിഴഞ്ചാൻ എന്ന ജലസ്രോതസ്. വാട്ടർ അതോറിറ്റിയുടെ ഒബ്സർവേറ്റർ മുതൽ സമീപവാസികളുടെ വീടുകളിലെ കക്കൂസ് മാലിന്യവും മനുഷ്യ വിസർജ്യവും മുതൽ കരകവിഞ്ഞൊഴുകുന്ന ആമയിഴഞ്ചാൻ തോടുന്ന മാലിന്യവാഹിനി തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷന്റെ പിന്നിലൂടെ മാലിന്യ മലയായി ഒഴുകി നീങ്ങി തമ്പാനൂരിലെ 100 കണക്കിന് കടകമ്പോളങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്ന വെള്ളക്കുപ്പികൾ മുതൽ ടോയ്ലറ്റുകളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന മലമൂത്രം വരെ വഹിച്ചാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ റെയിൽവേയുടെ കക്കൂസ് മാലിന്യവും ഏറ്റുവാങ്ങി തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ പാറ്റൂരിലേക്ക് നീങ്ങുന്നത്. അനാസ്ഥയുടെ 4 വഴികളിൽ നഷ്ടമായത് വിലപ്പെട്ട ഒരു ജീവനാണ്. തോരാത്ത കണ്ണീരുമായിരിക്കുന്ന ഒരമ്മയുടെ മകനാണ്. മാപ്പില്ലാത്ത ക്രൂരകൃത്യം ചെയ്യാൻ കൂട്ടുനിന്ന ജനപ്രതിനിധികൾക്കൊപ്പം കാലാകാലം ഇവർക്കൊക്കെ വോട്ടിട്ട് ജയിപ്പിച്ച നമ്മളും സൗകര്യം കിട്ടിയാൽ സ്വന്തം വീട്ടിലെ കക്കൂസ് മാലിന്യം പോലും പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയാൻ മടിയില്ലാത്ത വിധം മാനസിക വിഭ്രാന്തിയുള്ള നമ്മൾ മലയാളികളാണ്. മാലിന്യ നീക്കത്തിന് മുഖ്യ പങ്ക് വഹിക്കേണ്ട നഗരസഭ റെയിൽവേയെയും സ്വന്തം മാലിന്യമെങ്കിലും തക്ക സമയത്ത് നീക്കം ചെയ്യാൻ കരാർ കൊടുത്ത് അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട റെയിൽവേയും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തെക്കാൾ നാറ്റമുള്ള മാലിന്യം ഉപയോഗിച്ച് പരസ്പരം ചെളിവാരിയെറിയുമ്പോൾ ഈ മരണവും പതിവാചാര വെടിക്കപ്പുറം അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാതെ കടന്നു പോകുമ്പോൾ ആമയിഴഞ്ചാൻ തോടെന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ നഗരഹൃദയങ്ങളിലെയും മാലിന്യ കൂമ്പാരങ്ങൾ അടുത്ത ജീവനെടുക്കാൻ വാ പിളർന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും നഗരസഭയുടെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി റെയിൽവേയുടെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കഴിക്കുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഒരു സംവിധാനമുണ്ട്. ആ കത്ത് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കാനാണ് പതിവ്. അത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. റിസീവ്ഡ് എന്ന് DRMന്റെ ഓഫീസിലടക്കം ഒപ്പിട്ട് വാങ്ങിച്ചത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. നിരവധി തവണ അത് ഈ വർഷം നടന്ന കൊടുത്തിട്ടുള്ള കത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർ കൊടുത്തിട്ടുള്ളത്. അതിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അവരെ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും റെയിൽവേക്ക് റിട്ടണായി തന്നെ കത്ത് കൊടുക്കുന്ന സാഹചര്യം, നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇനിഷ്യേറ്റീവ് റെയിൽ, ഇൻഫാക്ട് ഇറ്റ് ഈസ് കോർപ്പറേഷന്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളത്. നിങ്ങളിത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനേഷൻ എവിടെയെന്നുള്ളത് നോക്കണം. ഈ ഒറിജിനൽ എന്ന് പറയുന്നത് റെയിൽവേ ഉണ്ടാക്കിയതല്ല. ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു അലിഗേഷൻ പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ
പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു റെയിൽവേ ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളത് അമേജിൻ തുള്ളി ഒഴിക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് യാർഡ് ആണെങ്കിലും ട്രെയിനകത്ത് വേസ്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെയല്ല ഞങ്ങൾ കളയുന്നത്. റെയിൽവേയുടെ സൈഡിൽ ഒരു വേസ്റ്റ് കൂടി ഇതിനകത്ത് വരുന്നില്ല. അപ്പോഴും പരസ്പരം ചെലുവാരി എറിഞ്ഞും കത്തുകൊടുത്തും പ്രമേയം പാസാക്കിയും ശീതീകരിച്ച മുറികളിലിരുന്ന് സ്വന്തം തലയിൽ നിന്ന് ഉത്തരവാദിത്വം മറ്റൊരുവന്റെ തലയിൽ വച്ച് കെട്ടി നമ്മൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. മരുന്ന് വാങ്ങാൻ പൈസയുമായി വരുന്ന മകനായി കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ പൊള്ളുന്ന നെഞ്ചിലെ ചൂട് തണുപ്പിക്കാനും 2 ദിനരാത്രങ്ങൾ മനുഷ്യ മലത്തിലും മാലിന്യ കൂമ്പാരത്തിലും മുങ്ങിപ്പോയ മകന്റെ ചേതനയേറ്റ ശരീരം കാണുന്ന ആ വൃദ്ധമാതാവിന്റെ തീരാശാപങ്ങൾക്ക് മുന്നിൽ ആമയിഴഞ്ചാൻ തോട്ടിലേതിനേക്കാൾ മാലിന്യം മനസ്സിൽ വഹിക്കുന്ന ഞാനും നിങ്ങൾ കുറ്റക്കാരാകുന്നിടത്ത് ആ അമ്മയോട് മാപ്പെന്ന് പോലും പറയാൻ അർഹതയില്ലാതെ മറ്റൊരു ദുരന്തത്തിനായി കാത്തിരിക്കാം നമുക്കും.